നമസ്കാരം. നാടിൻ്റെ നാവുന്ന നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ തുളസി. കുട്ടികൾ കളിച്ചും വായിച്ചും കൂട്ടുകൂടിയും ഒക്കെ വളരേണ്ട കാലഘട്ടത്തിൽ നമ്മളവരെ ട്യൂട്ടോറിയലുകളിലും ട്യൂഷനുകളിലും മറ്റ് സംവിധാനങ്ങളിലും ഒരു അറയ്ക്കകത്താണ് കുട്ടികളെ ഇപ്പോൾ വളർത്തുന്നത്. അവരെ പുറത്തേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല, കളിക്കാൻ സമ്മതിക്കുന്നില്ല. ഒരേ ഒരു ലക്ഷ്യമാണ്, വലിയ കാശുകാരാകുന്ന, വലിയ ശമ്പളം കിട്ടുന്ന ഉദ്യോഗസ്ഥരാകണം. അതനുസരിച്ച് നമ്മുടെ കേരളം വളരെ പിന്നോക്കം പോവുകയാണ്. ഇപ്പോൾ ഫുട്ബോളിൻ്റെ ആരവം ഉയരുന്ന കാലഘട്ടമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ മുക്കിലും മൂലയിലും എല്ലാം ലോക ഫുട്ബോൾ ടീമുകളുടെ പല രാജ്യത്തിൻ്റെയും പല കളിക്കാരുടെയും ഫ്ലെക്സ് ബോർഡുകളും വലിയ കൂറ്റൻ കട്ടൗട്ടുകളും പോയിരുമ്പോഴും നമ്മുടെ നാട്ടിൽ ഈ വിനോദങ്ങളില്ല, കളിക്കുന്നതിനാളില്ല. കളി കാണുന്നതിനും കളി ആസ്വദിക്കുന്നതിനും കളിയെക്കുറിച്ച് വാല് പഠിക്കുന്നതിനും മാത്രമാണ് നമ്മളുള്ളത്. ഇത് മാറണം. നമ്മൾ സ്വപ്നത്തിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് വരണം. അങ്ങനെ കുട്ടികൾ നന്നായി കളിച്ചും വായിച്ചും പരസ്പരം കൂട്ടുകൂടിയും വളരുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം. മെറിറ്റ് ഈവനിംഗ് നടത്തി. ചന്ദനത്തോപ്പ് എവർഷൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ പഠനോപകരണ വിതരണവും മെറിറ്റ് ഈവനിംഗ് നടത്തി. പെരിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വി മനോജ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് വി നാസർ അധ്യക്ഷത വഹിച്ചു. പ്രഭാഷകൻ വി കെ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണവും സമ്മാനദാനവും നടത്തി. സെക്രട്ടറി നൂറുദ്ദീൻ, എൽ അനിൽ, ഷെറീന, ജോൺ, സുപ്രഭ, എസ് സലി, നൗഫൽ, നിസാം കരുവാറ്റ, ഷറഫ്, ക്ലബ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സത്യൻ, നിസാർ തോവലിൽ, നസീബ്, ഹസീബ്, നിസാർ എന്നിവർ സംസാരിച്ചു. പക്ഷെ ആ സ്ഥലം അറിയപ്പെടുന്നത് വീരപ്പനാട്. ചന്ദനത്തോപ്പ് ഇപ്പോൾ വീരപ്പനാടായി. ഇവിടെ ചന്ദനത്തോപ്പില്ലേ, ഇവിടെ ചന്ദനത്തി ഇല്ലാന്നാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ചന്ദനത്തോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും കുറച്ച് ചന്ദനങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഇതാണ് ചന്ദനം ചന്ദനമായ, പക്ഷെ അത് ഒരു നിശ്ചിത വലുപ്പമാണ്. ഏതായാലും ചന്ദനം എന്താണെന്ന് ഈ ചന്ദനത്തോപ്പിലുള്ള ആളുകൾ കുട്ടികളിൽ കാണുന്നത്. ചന്ദനമായിട്ടുള്ള പൂന്തോട്ടം അല്ലേ, സ്വന്തമായ പേരുകളില്ലേ, ചന്ദ്രികമെഴുതിയ മണിമുറ്റം. ആ ചന്ദനത്തോപ്പിലുള്ള പേര് കൊണ്ടാണ് ഞാൻ സംഘടിക്കുന്ന സ്ഥലത്ത് വന്നത്. ആ പേര് കേൾക്കുമ്പോൾ തക്ഷണം സ്വീകരിക്കാനായിട്ടാണ്. ചില പേരുകൾക്ക് അതിന് മഹത്വം. മക്കളെ, നിങ്ങളുടെ പേരുകൾ നിങ്ങളുടെ നാടിന്റെ പേരിൽ അറിയപ്പെടുന്നത് എങ്ങനെയായിരിക്കണം? ഞാനിന്നലെ താമരശ്ശേരി കുമ്പം വഴി ഒരു പരിപാടിക്ക് പോകുമ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു സ്ഥലം കൂടത്തായി. കൂടത്തായി എന്ന് പറഞ്ഞ ഉടനെ എൻ്റെ ഭാര്യൻ്റെ ഡ്രൈവർ, അങ്ങനെ ഡ്രൈവർ എൻ്റെ ഭാര്യയാണ്. അവള് പറഞ്ഞു, ഇതെന്റെ ജോലികളാണ്. വിഷം കൊടുത്തിട്ട് ഒരുപാട് ആൾ കൂടത്തായി ജോലി അല്ലേ. പീഡനമേഖലയിൽ വന്ന കിളിയൂർ പെൺകുട്ടി അല്ലേ. നമ്മുടെ നാട് അറിയപ്പെടുന്നത് വൃത്തികെട്ട സംഭവം എന്നറിയില്ല. എന്നാൽ ചന്ദനത്തോപ്പ് അറിയപ്പെടുന്ന ഇരിക്കുന്ന കുട്ടികളില്ലേ. എങ്ങനെ നിങ്ങൾ എന്തെങ്കിലും മയക്കുമരുന്ന് നടത്തിയിട്ടും കേസ് നോക്കിയേക്കുമല്ല. നിങ്ങൾ ഞാൻ ചന്ദനത്തോപ്പുകാരനാണെന്ന് ലോകത്തോട് അഭിമാനത്തോടെ വിളിച്ചു പറയുന്ന സംഭവം ഉണ്ടാവാനുള്ള നിമിത്തമായിട്ടുള്ള സമ്മാനമാണ്. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന് പറയുന്നത് എന്താണെന്നറിയാം? അതാണ് പ്ലസ്. എ പ്ലസ് ആണല്ലോ ലക്ഷ്യം. എന്താണ് എ പ്ലസ്? മുഴുവൻ എ പ്ലസ് വാങ്ങുക, ബാക്കിയോ വാങ്ങിയിട്ട് എൻട്രൻസ് കോച്ചിങ്ങിന് ചെയ്യുക, ലക്ഷ്യം പോവുക, സൈലത്ത് പോവുക, പാലാ ബിൽഡിങ്സ് പോവുക, എന്നിട്ടോ കീമിയും നീറ്റിലും ലാംഗ്വേജിലും പേര് വരിക, എന്നിട്ടോ പ്രൊഫഷണൽ കോഴ്സിൽ ചെയ്യുക, എന്നിട്ടോ പ്ലേസ്മെന്റ് കിട്ടുക, പ്ലേസ്മെന്റ് കിട്ടിയിട്ടോ ജോലി കിട്ടുക, ജോലി കിട്ടിയിട്ടോ ശമ്പളം വാങ്ങുക, ശമ്പളം വാങ്ങിയിട്ടോ പഠിപ്പു തീർന്നാൽ വഴിയിൽ കൂടെ വിട്ടുകഴിഞ്ഞെന്നാൽ പറയുക പിന്നീട് ഒരു പണിക്കു പോകും നീ.
പണിപ്പോണം. മനുഷ്യൻ അധ്വാനിച്ച് ജീവിക്കുന്ന വലിയ ജീവിതം. പക്ഷിമൃഗാദികളൊന്നും തന്നെ ഉണ്ടാക്കാറില്ല. കിട്ടിയതൊന്നും കുരുവികൾ വിലയിക്കുന്നില്ല, കൊയ്യുന്നില്ല, അണനളന്ന് കൂട്ടുന്നില്ല. നമ്മളെ ഉണ്ടാക്കിയിരുന്നാൽ വലിയ തൃപ്തിയുള്ള മനുഷ്യനാണ്. നമുക്ക് നാടുണ്ടായത് എങ്ങനെയാണ്? പണ്ട് മൊത്തം കാടായിരുന്നു. ആ കാട്ടിൽ നടാൻ തുടങ്ങിയപ്പോഴാണ് നട്ടുമുളപ്പിച്ചത് നാട്. നടുന്നവൻ നാട്ടാളൻ, ഒന്നും നടാത്തവൻ നാട്ടാളൻ. ഈ പരിപാടിയിൽ പോയി കയ്യിൽ പോയിട്ട് വീട്ടിൽ ഓരോ ആള് ഒന്നാം നോക്കുമ്പോൾ നെഞ്ചത്തിലേക്ക് വെച്ചിരിക്കുക. ഞാൻ നടുന്നവൻ നാട്ടാളൻ, ഒന്നും നടാത്തവൻ നാട്ടാളൻ. നമ്മൾ ഏത് കൃഷി കൊണ്ടുവന്ന് സ്വയം വിലയിരുത്തുന്നുണ്ടോ? പുതിയ ചെറുപ്പക്കാരുടെ പിന്നാലെ കമ്പ്യൂട്ടർ എടുത്തിട്ട് മൊബൈലിൽ www.com അടിച്ചാൽ മസാല ദോശ ഡൗൺലോഡ് ആവുന്നു. മസാല ദോശ ഉണ്ടാണെങ്കിൽ ഞാനിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് അണ്ടിപ്പരിപ്പ് കൊടുക്കും. ആ അണ്ടിപ്പരിപ്പ് കമ്പ്യൂട്ടർ ഉണ്ടാക്കിയതല്ലോ. എന്റെ നാട്ടിലെ കർഷകർ കുന്നിന്റെ മലകളിൽ കശുവണ്ടിയുടെ വിത്തുപാടി ഉറപ്പിച്ചിട്ട് അത് ഒതുക്കിയെടുത്ത് മുരടി. കശുവണ്ടി കശുമാവ് കഴിക്കുന്നുണ്ടോ? കശുവണ്ടി സംസ്കരിക്കുന്നത് കൊല്ലത്താണെങ്കിലും കശുവണ്ടി കൃഷി ചെയ്യുന്നത് ഞങ്ങളുടെ കണ്ണൂർ വികാസമുള്ള കശുവണ്ടി എന്ന് പറഞ്ഞാൽ സരസ്വതിയിലാക്കിയ പഴമാണ്. വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. സരസ്വതി സൃഷ്ടിച്ചപ്പോഴാണ് ബ്രഹ്മാവാണല്ലോ വെള്ളം സൃഷ്ടിച്ചത്. അപ്പൊ അതെല്ലാം സൃഷ്ടിച്ചപ്പോ സരസ്വതി പറഞ്ഞ ഭഗവാനെ നിങ്ങളിങ്ങനെ സൃഷ്ടിക്കുമ്പോൾ എനിക്കൊരു ചാൻസ് വേണം സൃഷ്ടിക്കാൻ. അങ്ങനെ സൃഷ്ടിയുടെ മാസുകളിൽ സരസ്വതി കൊടുത്തു. ഒരു സൃഷ്ടി കണ്ടു. സരസ്വതി നോക്കുമ്പോൾ ബ്രഹ്മാവുണ്ടാക്കിയ പഴങ്ങളെല്ലാം ഉരുണ്ടതോ ആയ പഴം. സരസ്വതി ഉരുണ്ടതുമായ പഴമുണ്ടായി. ആ പഴം നല്ല സ്റ്റൈലാക്കി അതിന് ജീവനും ബ്രഹ്മാവ് കാണാൻ നല്ല പഴം. അപ്പൊ സരസ്വതി സൃഷ്ടിച്ചു, ഭഗവാനെ ഈ പഴം ഒന്നുണ്ടാക്കാൻ ഞാൻ പഴക്കപ്പെട്ടു പോയി. നിങ്ങൾ ഈ കോടിക്കണക്കിന് മാങ്ങയും കോടിക്കണക്കിന് ചക്കയും ചിലപ്പോൾ ഉണ്ടാക്കണമാ. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, ഞാനൊരു കോടിക്കണക്കിന് ഉണ്ടാക്കുന്നില്ല. ഇനിയോ ഞാൻ ഒന്നുണ്ടാക്കാം. ആ ഒന്നിന്റെ അകത്തുള്ള വിത്ത് മുളച്ചിട്ട് മരമായിട്ട് മരങ്ങളെ ആയിരക്കണക്കിന് പഴമുണ്ടാകും. അതിനകത്തുള്ള വിത്തുകൾ വീണ്ടും കുറച്ച് ലക്ഷക്കണക്കിന് പഴമുണ്ടാകും. അങ്ങനെ വിത്ത് മരം പഴം വിത്ത് മരം പഴം അങ്ങനെ റീസൈക്കിളായിട്ട് ഈ ലോകം മുന്നോട്ടത്തോളം മുന്നോട്ട് പോകും. അപ്പൊ സരസ്വതി പറഞ്ഞു, വിത്തോ? അയ്യോ, ഞാനത് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒന്ന് പഴാണ്ടാക്കി പക്ഷെ ഈ പഴത്തിന് ജീവൻ കൊടുത്തു പോയതുകൊണ്ട് പഴം കുടിക്കാൻ പറ്റും. അതുകൊണ്ട് വിത്ത് പഴത്തിന്റെ അങ്ങനെ പുറത്ത് വെച്ചിട്ട് അങ്ങനെയാണ് ബാക്കി എല്ലാ പഴത്തിന്റെ അകത്തായിട്ട് കശുവണ്ടിയുടെ പഴത്തിന്റെ പുറത്താണ് സരസ്വതി ശ്രദ്ധിച്ചതെന്ന് പറയുന്നത്. മനസ്സിലായി? അത് കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പണിയെടുക്കണം, അധ്വാനിക്കണം. അപ്പൊ ജോലി കിട്ടിയിട്ട് ശമ്പളം വാങ്ങിയിട്ടോ, കൊട്ടാരത്തിൽ വീടെടുക്കണം, വീടെടുത്തിട്ടോ, ആനയ്ക്ക് പോലും കയറാൻ പറ്റാത്ത മതിൽ കെട്ടണം, വീടിന് ചുറ്റുവട്ടം മതിൽ കെട്ടിയിട്ടോ, റിമോട്ട് കൺട്രോളിന്റെ ഗേറ്റ് പിടിപ്പിക്കണം. വ്യാപകമായി റിമോട്ട് കൺട്രോളിന്റെ ഗേറ്റ് പഞ്ചായത്ത് പ്രസിഡന്റിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, റിമോട്ട് കൺട്രോളിന്റെ ഗേറ്റ് പിടിപ്പിച്ചവർക്കെല്ലാം ഭിന്നശേഷി പെൻഷൻ കൊടുക്കും. വികലാംഗത പറയാൻ പാടില്ല. കാരണം ഗേറ്റ് പുറത്ത് കൊടുക്കാൻ വീട്ടിന്റെ അകത്തുനിന്ന് പുറത്തിറങ്ങാൻ രണ്ട് കാലുകൾ ഒറ്റയില്ല. എല്ലാ കാല് തളർന്നു പോയ ആളുകളാണ് റിമോട്ട് കൺട്രോളിന്റെ ഗേറ്റ്. ഞാൻ ശപഥം ചെയ്ത റിമോട്ട് കൺട്രോളിന്റെ ഗേറ്റ് പിടിച്ച ഒരു വീട്ടിൽ ഞാൻ പോയില്ല. കാരണം മടിയന്മാരുടെ മടിയന്മാരുടെ ഏറ്റവും വലിയ മാതൃകയാണ് റിമോട്ട് കൺട്രോളിന്റെ ഗേറ്റ്. ഒന്ന് തുറന്നു കൊടുക്കാൻ ഉച്ച തമ്മിൽ പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് കാല്? അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും.
ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. വായനാ പക്ഷാചരണം. കേരളപുരം പുനുക്കുന്നൂർ മണ്ഡലം ജംഗ്ഷൻ മംഗളോദയം ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണവും IV ദാസ് അനുസ്മരണവും നടത്തി. ഗ്രന്ഥശാല പ്രസിഡന്റ് J. വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി N. പ്രഭാകരൻപിള്ള സ്വാഗതം പറഞ്ഞു. കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ മുൻ എക്സിക്യൂട്ടീവ് അംഗം L. പത്മകുമാർ, ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് രാജപ്പൻ കേരളപുരം, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം M. ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥശാലയിൽ നിന്ന് 2025 വർഷം ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എടുത്ത് വായിച്ച C. രാജേന്ദ്രൻ ചെട്ടിയാർ, റെജീന സജീവ്, B. അനിഖ എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. ഗ്രന്ഥശാല കമ്മിറ്റി അംഗം S. സമന്തഭദ്രൻ നന്ദി പറഞ്ഞു. വെള്ളിമൺ മഹാത്മജി വിലാസം ലൈബ്രറിയിൽ വായനാ പക്ഷാചരണവും സമാപനവും IV ദാസ് അനുസ്മരണവും സനിൽ വെള്ളിമൺ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് R. രംഗനാഥൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബിജു ഹരിദാസ് സ്വാഗതം പറഞ്ഞു. KA. സെബാസ്റ്റ്യൻ, ശൈലജകുമാരി, അംബികാവതി, ബാലദേവി, സെക്രട്ടറി അമിത അജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meets, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimudikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. പെരുമൺ സ്മൃതി മണ്ഡപത്തിൽ നടന്ന അനുസ്മരണവും കാവ്യാർച്ചനയും ഫ്രണ്ട്സ് തരംഗം പ്രസിഡന്റ് കവി ആസാദ് ആശീർവാദ് ഉദ്ഘാടനം ചെയ്തു. പെരുമൺ ദുരന്തത്തിൻ്റെ 33-ാം വാർഷിക ദിനത്തിൽ ഫ്രണ്ട്സ് തരംഗം സംഘടിപ്പിച്ച അനുസ്മരണവും കാവ്യാർച്ചനയും ഫ്രണ്ട്സ് തരംഗം പ്രസിഡന്റ് കവി ആസാദ് ആശീർവാദ് ഉദ്ഘാടനം ചെയ്തു. KPCC സെക്രട്ടറി നടുക്കുന്നിൽ വിജയൻ, കവി അപ്സര ശശികുമാർ, ഭാരവാഹികളായ റോസ് ആനന്ദ്, മോഹൻ, നിഖിലം, ചന്ദ്രശേഖരപിള്ള, പെരുമൺ ഷാജി, ജോസ് ഉമ്മൻ തുടങ്ങിയവർ സംസാരിച്ചു. ദുരന്തത്തിൽപ്പെട്ട നിരവധി പേരുടെ ജീവൻ രക്ഷിച്ച രക്ഷാപ്രവർത്തകൻ പെരുവൺ വിജയനെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് പ്രശസ്ത കവികൾ പങ്കെടുത്ത കവിയരങ്ങും ഗാനാർച്ചനയും നടന്നു. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 105 പേരെ അനുസ്മരിച്ച് 105 പുഷ്പങ്ങൾ അഷ്ടമുടിക്കായലിൽ ഒഴുക്കി. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ദൃഢതയ്ക്ക് കളരിപ്പയറ്റ് അഭ്യസിക്കും. ആത്മവിശ്വാസവും ശാരീരിക ആനന്ദവും സ്വന്തമാക്കാൻ യോഗ പരിശീലിക്കും. ശരീരവും മനസ്സും ചെറുപ്പമായി സൂക്ഷിക്കാൻ ശാരീരിക വ്യായാമങ്ങൾ സ്വന്തമാക്കും. കളരിയും യോഗയും വ്യായാമങ്ങളും അഭ്യസിക്കാൻ MBG CVN കളരി കുണ്ടറ. 7 വയസ്സ് മുതൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ ആർക്കും അഭ്യസിക്കാം. മുതിർന്നവർക്കും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും പ്രത്യേക പരിശീലനം നൽകുന്നു. MBG CVN കളരി കുണ്ടറ. ഫോൺ 94 47 11 99 80. നാളെ തന്നെ പരിശീലനം ആരംഭിക്കും. ആരോഗ്യത്തോടെ ആനന്ദത്തോടെ ജീവിക്കും. പേരേത്ത് മന്ത്രി PC വിഷ്ണുനാഥിന് സ്വീകരണം നൽകി.
പേരേം UDFിൻ്റെ നേതൃത്വത്തിൽ PC വിശ്വനാഥിന് സ്വീകരണം നൽകി. സ്വീകരണ ഉദ്ഘാടനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് A ഷാനവാസ് ഖാൻ നിർവഹിച്ചു. UDF പേരേം മണ്ഡലം ചെയർമാൻ AK പ്രസന്നകുമാർ അധ്യക്ഷത വഹിച്ചു. കൺവീനർ അഡ്വക്കേറ്റ് അരുൺ അലക്സ്, DCC ജനറൽ സെക്രട്ടറി K ബാബുരാജൻ, UDF കുണ്ടറ നിയോജകമണ്ഡലം ചെയർമാൻ കുരീപ്പള്ളി സലീം, കൺവീനർ R വേണുഗോപാൽ, കോൺഗ്രസ് കുണ്ടറ ബ്ലോക്ക് പ്രസിഡന്റ് രാജു D പണിക്കർ, സുനിൽ ജോസ്, അനീഷ് പടപ്പക്കര, G വിനോദ് കുമാർ, ബിന്ദു ജോസ് എന്നിവർ പങ്കെടുത്തു. മനുഷ്യൻ. എല്ലാ മനുഷ്യരും തലമുറ വ്യത്യാസമില്ലാതെ കടന്നു പോകുന്ന ഒരവസ്ഥയെ 8 മിനിറ്റുള്ള ഒരു ചലച്ചിത്ര ഭാഷ്യമാക്കിയിരിക്കുകയാണ് മനുഷ്യൻ. വ്യക്തികൾക്ക് ഇടയിലുണ്ടാകുന്ന കൊച്ചു പ്രശ്നങ്ങൾ, അത് സുഹൃത്തുക്കളായാലും സഹോദരങ്ങളായാലും ഭാര്യ ഭർത്താക്കന്മാരായാലും പ്രണയ ജോഡികളായാലും സഹപ്രവർത്തകരായാലും മിക്കപ്പോഴും ബന്ധങ്ങളുടെ തകർച്ചയിലേക്ക് നയിക്കുന്നു. എത്ര കെട്ടുറപ്പ് ഉണ്ടായിരുന്ന ബന്ധങ്ങളാണ് ഈഗോയുടെ പേരിൽ തകർന്ന് അടിയുന്നത്. ഈഗോയെ അതിജീവിക്കാൻ വിദ്യാഭ്യാസത്തിനോ സംസ്കാരത്തിനോ കഴിയാത്ത നിലയിൽ നമ്മുടെ മനോഘടനകൾ മാറിയിരിക്കുന്നു. ഇത്തരം മാനസികാവസ്ഥയ്ക്ക് കാരണമായവർ മാത്രമല്ല, അവരോടൊപ്പം സഞ്ചരിക്കേണ്ടി വരുന്നവരും ഇതിൻ്റെ ദുരിതങ്ങൾ നിത്യവും അനുഭവിക്കേണ്ടി വരുന്ന ദയനീയതയും അനുഭവമാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട എത്രയോ പേരെ നിങ്ങൾക്കും എണ്ണിയെടുക്കാൻ കഴിയും. എല്ലാം പറഞ്ഞൊന്ന് കെട്ടിപ്പിടിക്കാം എന്ന് മനസ്സുറപ്പിച്ചിരിക്കുമ്പോഴാണ് വിധി കരിമ്പടവുമായി എത്തുന്നത്. അതോടെ മനുഷ്യരോടൊപ്പം മോഹങ്ങളുടെ പർവ്വതങ്ങളും മണ്ണടിയുന്നു. ജീവിതത്തിൻ്റെ അർത്ഥമില്ലായ്മ ഒരു വേള ആധിപത്യം നേടുന്നു. ഇത് നിത്യ അനുഭവങ്ങൾ ആണെങ്കിലും മനുഷ്യൻ പിന്നെയും വാശിയോടെ അതേ പടുവഴിയിലൂടെ യാത്ര തുടരുകയാണ്. മനുഷ്യ മനസ്സിൻ്റെ മനോഹാരിത എന്താണ്? ഈ നശിച്ച ഈഗോയെ കീഴടക്കുക. ഈ 8 മിനിറ്റുള്ള ലൈല ക്രിയേഷൻസിൻ്റെ 31ാമത്തെ ഹ്രസ്വചിത്രം മനുഷ്യൻ നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് കാണുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണം. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹത്തോടെ ലൈല ക്രിയേഷൻസ്. കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷൻ നിർമ്മാണ ഉദ്ഘാടനം വെള്ളിയാഴ്ച. കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. സ്ഥലം MLAയും ടൂറിസം സാംസ്കാരിക സിനിമാ വകുപ്പ് മന്ത്രിയുമായ PC വിശ്വനാഥ് അധ്യക്ഷത വഹിക്കും. തിരുവനന്തപുരം റേഞ്ച് DIG ഡോക്ടർ J ഹിമേന്ദ്രനാഥ് IPS സ്വാഗതം പറയും. NK പ്രേമചന്ദ്രൻ MP മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന പോലീസ് മേധാവി റാവഡ A ചന്ദ്രശേഖർ IPS, ADGP P വിജയൻ IPS, ദക്ഷിണമേഖല IGG സ്പർജൻ കുമാർ IPS, മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാം വർഗീസ്, നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന നാസിമുദ്ദീൻ, തൃക്കോൽവട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഫൈസൽ കുളപ്പാടം, സുമലാൽ, കൊല്ലം ACPM ഹേമലത IPS, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. PC വിശ്വനാഥ് MLAയുടെ 2024-25 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിൻ്റെ ബാനർ പുറത്തിറങ്ങിയിട്ടുള്ള 31ാമത്തെ ഹ്രസ്വചിത്രം മനുഷ്യൻ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. നമ്മൾ ജൂൺ മാസത്തിലാണ് ആ സിനിമ റിലീസ് ചെയ്തത്. ഇതിനോടകം കുറേയധികം പേര് അത് കണ്ടിട്ടുണ്ട്. എങ്കിലും സാധാരണ കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ ബഹുഭൂരിപക്ഷം പേരും അത് ഇതുവരെയും കണ്ടിട്ടില്ല. അങ്ങനെയുള്ളവർ ഇന്ന് തന്നെ ആ 8 മിനിറ്റുള്ള സിനിമ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ ലൈല എവർ ലവ് എന്ന യൂട്യൂബ് ചാനലും നാട്ടുവട്ടം വാർത്തകളുടെ ചാനലും ആദ്യമായി സന്ദർശിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഒന്ന് അമർത്താനും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഒരു സന്മനസ് കാണിക്കണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.